ഓം ഹ്രീം ബടക് ബടക്. ഓം ഹ്രീം ഭം വക്ഷ പ്രത്യക്ഷ സ്വാഹ. ഓം ഹ്രീം ഭും ഭും സ്വാഹ. പ്രത്യക്ഷ പ്രത്യക്ഷ സ്വാഹ. ചാത്താ, എവിടെ നിന്റെ ചൂടാമണി? എനിക്ക് അത് വേണം. ഞാനത് എടുക്കുവാ. എനിക്കത് വേണം. മന്ത്രവാദിയാണെന്ന് കരുതി ഓനാസം പറയാൻ നിൽക്കരുത്. എന്റെ ഭാര്യക്ക് പോലും ഞാനത് കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെയാണോ തനിക്ക്? അല്ല പിന്നെ, കാര്യം ഞങ്ങ ചാത്തന്മാരാണ് കേട്ടാ. എന്ന് കരുതി ഞങ്ങൾ അഭിമാനം വിട്ട് ജീവിക്കണവരല്ല. ഒരു മന്ത്രവാദി വന്നേക്കണ്. അയ്യോ, കാണാൻ എന്തൊരു മാന്യ. കയ്യിരിപ്പ് കണ്ട. ഇവനൊക്കെ ആരാണ് മന്ത്രവാദിയാക്കിയത്? ഹലോ മിസ്റ്റർ ചാത്തൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. താങ്കൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട വേണ്ട, താനൊന്നും പണയണ്ട. കാര്യം ഞങ്ങൾ ചാത്തന്മാരാണ് കേട്ടാ. എന്ന് കരുതി ഞങ്ങൾ അഭിമാനം വിറ്റ് ജീവിക്കണവരല്ല. ഓ, ഒരു മന്ത്രവാദി. എന്താണ് തലയില് ഭസ്മം, കയ്യിൽ കുറി, കാലിൽ എന്തെന്നൊക്കെയാണ്. താൻ എന്താ വെടച്ച മന്ത്രവാദിയാണ്. എന്ത് പറയാനാണ്, കലികാലം അല്ലാതെ എന്ത് പറയാ. ഇടയ്ക്കിടെ മരയോന്തിനുണ്ടായവനെ, എനിക്ക് വേണ്ടത് നിന്റെ ഗ്രില്ലടിക്കാൻ നിന്റെ ഷുണ്ണാണിയല്ല. എനിക്ക് വേണ്ടത് നിന്റെ ആഭരണമായ ചൂടാമണിയാണ്. ഓ, അതായിരുന്ന ഞാനങ്ങോട്ട് തെറ്റിദ്ധരിച്ചു പോയി. എന്നാ ഇതങ്ങോട്ട് തെളിച്ച് പറയണ്ടേ കേട്ടാ. ഇപ്പൊ മനസ്സിലായി മന്ത്രവാദി സാറ്. പറയൂ, എവിടെ നിന്റെ ചൂടാമണി? പറയൂ ചാത്താ. ഹൂം ഹൂം സ്വാഹ. ഇപ്പോഴാണെങ്കി ഭയങ്കര ചൂടല്ലേ സാറേ. ഓ, ചൂട് കാരണം നിൽക്കാനും ഇരിക്കാനും പറ്റണില്ല. എന്ത് പറയാനാണ്, ഞാൻ അതുകൊണ്ട് നിൽക്കുകയും ഇരിക്കുകയും ചെയ്യാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ചൂടായത് കൊണ്ട് ഞാനങ്ങോട്ട് ഊരി വെച്ചേക്കാണ് കേട്ടാ. ചൂട് മാറിയിട്ട് എടുത്തിടാലാന്ന് കരുതി. കരിങ്കുടി ചാത്ത, വെറുതെ കൊണ അടിക്കാണ്ടല്ലോ. മര്യാദക്ക് എനിക്കതങ്ങ് എടുത്തതാ. അല്ലെങ്കിൽ ഞാൻ നിന്നെ പേടിച്ചോണ്ട് ആ സത്യഭാമയ്ക്ക് വീണ്ടും കൊണ്ടേ കൊടുക്കും. അവിടെ കൈ കിട്ടിയാലുള്ള നിന്റെ അവസ്ഥ പറയണ്ടല്ല. അവര് നിന്നെ പിടിച്ചങ്ങോട്ട് ഉരുട്ടും. അയ്യോ, എന്റെ പൊന്നു മന്ത്രവാദി സാറേ, ചതിക്കല്ലേ. എന്നെങ്ങാനും ഈ നിറത്തിലെങ്ങാനും ആ തള്ളട കയ്യിൽ കിട്ടിയാല് അവര് കരിമീൻ കല്ലിലിട്ടൊരക്കണ പോലെ അങ്ങൊരക്കും. എന്റെ പൊന്നു മന്ത്രവാദി സാറേ, നമ്മ എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ചെയ്യാത്ത. നമ്മളെ ആ തള്ളട കയ്യിൽ കൊണ്ടേ കൊടുക്കല്ലേ എന്റെ പൊന്നു സാറേ. അയ്യോ, എവിടെ നിന്റെ ചൂടാമണി? പറയൂ. എന്റെ ബഹുമാനപ്പെട്ട മന്ത്രവാദി സാറേ, സാറെനിക്കൊരു 2 ദിവസത്തെ സമയം തരണം. വെറും 2 ദിവസം മതി. അത് കഴിഞ്ഞാൽ ഞാൻ സാറിനത് കൊണ്ടെത്തരാം. ഇപ്പൊ എന്നെ ഇവിടെ എന്റെ പൊന്ന് സാറേ, അവിടെ ഞാൻ കാത്തിരിക്കേണ്. എന്നെ കാത്തവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. പ്ലീസ് മന്ത്രവാദി സാറേ, ഇപ്പൊ ഒന്ന് വിട്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ മണിയായിട്ട് വരാം. ഇതിന് 2 ദിവസത്തെ സമയം എന്നെ പറ്റിച്ച് കടന്നു കളയാനാണ് പ്ലാൻ. എന്റെ ശിവനെ, എന്റെ ഗുരു, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഓം ഹ്രീം ഹും സ്വാഹ സ്വാഹ സ്വാഹ. ഓം ക്രീം ചോത്വായ നമഃ ചോത്വായ സ്വാഹ. ഓം ക്രീം കരിങ്കുട്ടി ചോത്ത സത്യം പറയായ സ്വാഹ. സത്യം പറയായ സ്വാഹ. എന്റെ പൊന്നു ചേട്ടാ, അത് വേറൊന്നും കൊണ്ടല്ല കേട്ടാ. എന്റെ കുന്തത്തിന്റെ പെട്രോൾ അടിച്ച് മുടിഞ്ഞപ്പ ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു മാർവാടറെ കയ്യിൽ കൊണ്ട് അത് വളയം വെച്ചേക്ക്. ആ മാർവാടറെ കയ്യിൽ നിന്ന് ഞാനത് 2 ദിവസത്തിനുള്ളിൽ എടുപ്പിച്ച് മന്ത്രവാദി സാറിന് തരാം. ഇപ്പൊ എന്നെ വിടണം പ്ലീസ് മന്ത്രവാദി സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ്? മനുഷ്യന്മാർക്കും പെട്രോൾ അടിക്കണം, ഈ ചാട്ടന്മാരായ എനിക്കും പെട്രോൾ അടിക്കണം. അല്ലാണ്ട് വണ്ടി ഓടൂല. പെട്രോളിന്റെ വില കൂടി 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 മുടിഞ്ഞ് എന്തോ ഗതി. കുന്തം മാത്രമല്ല, എന്റെ വാലില്ലേ, വാലിന്റെ കോലും കംപ്ലൈന്റ് ആണ്. അത് ഞാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തേക്ക്. ഇപ്പൊ കണ്ട വാലില്ലാത്ത കണ്ട, അതും പോയി. ദയവ് ചെയ്ത് ഈ വലിയ ശരീരത്തിൽ കുഞ്ഞു മനസ്സുകൊണ്ട് എന്നെ ഒന്ന് ദയവായിട്ട്
പോകാനനുവദിക്കണം മന്ത്രവാദി സാറേ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരല്ലേ കേട്ടാ. ഒരു ബാലും കുന്തോമില്ലാത്തൊരു പാവൻ ചത്തന്റെ അപേക്ഷ. അയ്യോ, എല്ലാം പോയേ എന്റെ പട്ടണത്തിൽ ഭൂതച്ചാ, എല്ലാം പോയേ എന്റെ തെങ്ങേച്ചി അമ്മേ, എല്ലാം പോയേ, എല്ലാം പോയേ എന്റെ കുരു. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്റെ പൊന്നേച്ചിയമ്മേ. അല്ല, അതെന്താണ് തെങ്ങേച്ചിയമ്മ? സാധാരണ പനയക്ഷി, വടയക്ഷി, ചൂടലയക്ഷി എന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇതെന്ത് യക്ഷിയാണ്? വെറൈറ്റി യക്ഷിയാണല്ലോ കേട്ട. അതെന്ത് യക്ഷിയാണ് എന്റെ മന്ത്രവാദി സാറേ? ഒന്ന് പറഞ്ഞു തരാമോ? അയ്യോ, വട ഉണ്ടാക്കുന്ന യക്ഷി വടയക്ഷി, പന കയറുന്ന യക്ഷി പനയക്ഷി. അയ്യോ, എന്റെ യക്ഷി, അത് എന്റെ കുലദേവത തെങ്ങേലാണേ താമസം. അയ്യോ, അതാണ് ഒരു സരസ്വതി അമ്മ അവർകൾ. തെങ്ങ് യക്ഷി സരസ്വതി അമ്മ അവർകൾ. അയ്യോ, അവരാണ് എന്റെ കുലദേവത. ഇനി പറഞ്ഞിട്ട് എന്താ, എന്റെ ചൂടാമണി പോയേ. അല്ല മന്ത്രവാദി ചേട്ടൻ എന്തിനാണ് കരയണത്? ഓരോ ചൂടാമണിയല്ലേ, അത് ചേട്ടന് കിട്ടിയാലെന്ത്, കിട്ടിയില്ലെങ്കിലെന്ത്. പക്ഷെ ഒരു ചൂടാമണിക്ക് വേണ്ടി ചേട്ടൻ എന്തിനാണ് ഈ ചന്തിയിലൊക്കെ പിടിച്ച് കരയണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടാ. അതുകൊണ്ട് ചോദിച്ചതാണ്. കാര്യം ചാത്തന്മാരാണെങ്കിലും ഞങ്ങൾക്ക് ഇത്തിരി ക്യൂരിയോസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ചോദിക്കണത്. ഒന്നും വിചാരിച്ചല്ലേ കേട്ടാ. എന്റെ ചൂടാമണി എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ മൂലേന്ദ്രിയത്തിലെ അഗ്നിഗോളം പൊട്ടും. എന്റെ മൂലേന്ദ്രിയം പൊട്ടാതിരിക്കണമെങ്കിൽ എന്റെ മൂലേന്ദ്രിയത്തിൽ നിന്റെ ചൂടാമണി വെച്ച് മുല്ലാല മുല്ലാല ഡാൻസ് കളിക്കണം. എന്നാലേ എന്റെ മൂലേന്ദ്രിയത്തിലെ മൂലഗോളം പൊട്ടാതിരിക്കൂ. അയ്യോ, മന്ത്രവാദി സാറിനപ്പ, അയ്യോ സോറി, മന്ത്രവാദി സാറിനപ്പ ചന്തിക്കുരുവാണ്. അയ്യോ, ചന്തിക്കുരു, മന്ത്രവാദി സാറിന് ചന്തിക്കുരു. അയ്യോ, പിടിച്ചൂരടി. അയ്യോ, അയ്യോ, പൊട്ടി പൊട്ടി എന്റെ മൂലേന്ദ്രിയം പൊട്ടി. അയ്യോ, അയ്യോ.